ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു അല്ലാതെ വേറെ ദൈവമൊന്നുമില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അതെ അതെ അങ്ങനെയാണ്. അല്ലേ? അപ്പൊ അപ്പൊ അള്ളാഹു എന്ന് പറയുന്നത് ദൈവമാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞു? അതെ. അപ്പോ എന്തിനാണ് ദൈവമല്ലാതെ വേറെ ദൈവം? മുഹമ്മദ് നബി ചെയ്ത കാര്യമാണ്. മുഹമ്മദ് നബി ഗോത്രങ്ങള് അവര് നേരം വെളുക്കുന്നതിന് മുന്നേ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ അവിടെ പോയിട്ട് അവരെ കൊള്ളയടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് പറയൂ? ഞാൻ ഏക ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. ഏതാണ് ദൈവമുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേതാണ് ആ ദൈവം? ആ ദൈവം എല്ലാവരുടെയും ദൈവം, എല്ലാവരുടെയും ദൈവമായ ദൈവത്തിന് പേരുണ്ടോ? ദൈവത്തിന് പേര്, ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേര് അള്ളാഹു എന്നുള്ള അവരുടെ ഐഡന്റിറ്റിയാണ്. രാമനും കൃഷ്ണനും ശിവനും ബ്രഹ്മാവും ഒക്കെ ഒന്ന്, എല്ലാം ഒന്നാണ്. അപ്പൊ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന പോലെ ബ്രഹ്മാവു അക്ബർ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു അല്ലാതെ വേറെ ദൈവമൊന്നുമില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അതെ അതെ അങ്ങനെയാണ്. അല്ലേ? അപ്പൊ അപ്പൊ അള്ളാഹു എന്ന് പറയുന്നത് ദൈവമാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞു? അതെ. അപ്പോ എന്തിനാണ് ദൈവമല്ലാതെ വേറെ ദൈവമില്ല എന്നാണ് അപ്പൊ അതിന്റെ അർത്ഥം? ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നു. ഒരു സെക്കൻഡ് കേൾക്കൂ. നിങ്ങൾ പറഞ്ഞതിന്റെ കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തത്. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നു, അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്ന് പറയുന്നു. അള്ളാഹു എന്ന് പറഞ്ഞ ദൈവത്തിന് വിളിക്കുന്ന ഒരു പേരാണ് നിങ്ങൾ പറയുന്നു. അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ എന്തിനാണ് ഇപ്പൊ മലേഷ്യയില് ബൈബിളിൽ അള്ളാഹു എന്ന് അവർ ഉപയോഗിക്കാറുണ്ട്. മലയാളി ഭാഷയിൽ അള്ളാഹ് എന്നത് ചരിത്രപരമായി ദൈവം എന്ന പൊതു പദമായി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചു വരുന്നു. അവിടെ കേസ് കൊടുത്തിട്ട് ബൈബിളിൽ അള്ളാഹു എന്ന് വിളിക്കുന്നത് ഒഴിവാക്കണം, അത് ഞങ്ങളുടെ ദൈവമാണെന്ന് പറഞ്ഞിട്ട് അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോ ഉണ്ടല്ലോ, പല മുസ്ലിങ്ങള് തീവ്രവാദികളില്ലേ? മുസ്ലിങ്ങൾ അന്നും പറഞ്ഞുകൊണ്ട് തീവ്രവാദികളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടോ? മുഹമ്മദ് നബി ചെയ്യാത്ത എന്ത് കാര്യം തീവ്രവാദികൾ ചെയ്തിട്ടുള്ളത്? മുഹമ്മദ് നബി എന്താ ചെയ്തത്? യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് ഖുർആനിലില്ലേ? അങ്ങനെയല്ല, യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് ഖുർആനിലില്ലേ? യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് ഖുർആനിലില്ലേ? അപ്പൊ കാഫിർ എന്ന് പറയാൻ പാടില്ല നിങ്ങൾ പറഞ്ഞ എങ്ങനെ ശരിയാവും? ഇല്ല, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇപ്പൊ ചീഞ്ഞ മുട്ട നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ ബുൾസൈ അടിക്കില്ല, നിങ്ങൾ എന്താ ചെയ്യുക? അത് മണപ്പിച്ച് നോക്കും, അത് ചീഞ്ഞാണെന്ന് മനസ്സിലാക്കിയിട്ടല്ലേ നിങ്ങളത് കളയുക. അപ്പൊ നിങ്ങൾ പരിശോധിക്കും. നിങ്ങൾ അങ്ങനെ ഒരു പരിശോധന നിങ്ങൾ നടത്താതെ എങ്ങനെയാണ് തീവ്രവാദികൾ ചെയ്തതൊന്നും ഇസ്ലാമികമല്ല എന്ന് നിങ്ങൾ പറഞ്ഞ എങ്ങനെയാണ്? ഇതാണ് എന്റെ ചോദ്യം. നിങ്ങൾ അത് അല്ലെങ്കിൽ നിങ്ങൾ പറയൂ, തീവ്രവാദികൾ ചെയ്ത കാര്യത്തിൽ മുഹമ്മദ് നബി ചെയ്യാത്ത ഒരു കാര്യം നിങ്ങൾ പറയും. മുഹമ്മദ് നബി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര അറിയാൻ പാടില്ല. അപ്പൊ അറിയാത്ത കാര്യം വെച്ചിട്ട് എന്തിനാണ് ഇവിടെ കിടന്നിട്ട് ഈ ന്യായീകരിക്കാൻ വരുന്നത്? ന്യായീകരിക്കണം പോട്ടെ, നിങ്ങൾ എങ്ങനെ തള്ളുന്നത്? ഒരു കാര്യം ഇല്ലാന്ന് നിങ്ങൾ എങ്ങനെ അറിയാത്ത കാര്യം വെച്ച് തള്ളുക? മുഹമ്മദ് നബി എന്താ ചെയ്യാത്തെന്ന് പറയും, അതല്ല എളുപ്പം. മുഹമ്മദ് നബി അല്ല, തീവ്രവാദികൾ ചെയ്തതെല്ലാം മുഹമ്മദ് നബി ചെയ്തിട്ടുണ്ട്. ജൂതന്മാരെ ഇതുപോലെ പിടിച്ച് മുണ്ട് പൊക്കി നോക്കിയിട്ട് അതിൽ രോമ വളർച്ച നോക്കുന്ന കുട്ടികളെ തെരഞ്ഞു പിടിച്ചിട്ട് രോമ വളർച്ച ഉള്ളവരെ തല വെട്ടിയിട്ട് ഇല്ലാത്തവരെ പിടിച്ച് കൊണ്ടുപോയി അടിമച്ചന്തയിൽ പോയി കൊണ്ടുവന്ന് വിറ്റിട്ടുണ്ട് മുഹമ്മദ് നബി ചെയ്ത കാര്യം. മുഹമ്മദ് നബി ഗോത്രങ്ങള് അവര് നേരം വെളുക്കുന്നതിന് മുന്നേ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ അവിടെ പോയിട്ട് അവരെ കൊള്ളയടിച്ചിട്ടുണ്ട്. ബനു നദീർ ഗോത്രം, മുഹമ്മദ് നബി അതിന് എന്താ ചെയ്തത്? അവിടെയുള്ള ഈത്തപ്പനകൾക്ക് തീയിടുന്നു, അവിടെയുള്ള കൃഷിക്ക് തീയിടുന്നു. ഇതെല്ലാം മുഹമ്മദ് നബി ചെയ്തിട്ടുള്ള, അത് തന്നെയല്ലേ ഇവിടെ ഇന്ന് ഇസ്ലാമിക തീവ്രവാദികൾ ചെയ്യുന്നത്. അതേപോലെ ബദറിൽ കൊള്ള നടന്നു, കച്ചവട സംഘത്തിനെ കൊള്ളയടിക്കുന്നു. ഇത് തന്നെയല്ലേ അവിടെ ചെയ്യുന്നത്. മുഹമ്മദ് നബി അടിമച്ചന്തയിൽ കൊണ്ടുപോയിട്ട് ഈ പറയുന്ന പെണ്ണുങ്ങളെ കൊണ്ടുപോയി വിൽക്കുന്നു, അത് മുഹമ്മദ് നബി ചെയ്തിട്ടുണ്ട്. അതിവിടെ ഐസിസ് ചെയ്യുന്നു. മുഹമ്മദ് നബി ഇതേപോലെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനെ എതിർത്തു, അവർ വീട്ടിനകത്ത് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയല്ലേ താലിബാൻ ചെയ്യുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പ്രിപ്പറേഷനൊക്കെ ആർക്കാ വേണ്ടത്? പ്രിപ്പറേഷനൊക്കെ എനിക്കല്ലേ വേണ്ടത്? നിങ്ങൾ ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടി വരുന്ന അള്ളാഹുവിന്റെ ഗുണ്ട, ആ ഗുണ്ടയെ സഹായിക്കേണ്ട ബാധ്യത അള്ളാഹുവിനില്ലേ? നിങ്ങളിങ്ങനെ ഭയന്നാലോ? വല്ലാത്തൊരു പൊട്ടലായിപ്പോയി. സാറിന്റെ ഒന്നും മിണ്ടായിരിക്കുന്നത്
അണ്ണാക്കി പിരിവെട്ടിരിക്കണ ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോടാ ഇത്? അള്ളാഹു ബദറിലേക്ക് മലക്കനെ അയച്ചില്ലേ? അബാബിയിൽ പക്ഷികളെ വിട്ട് കൊന്നില്ലേ ആനപ്പടയെ? ഇതൊക്കെ ചെയ്യാൻ അറിയുന്ന അള്ളാഹുവിന് നിങ്ങളെപ്പോലെ ഒരാൾക്ക്, എന്നെ പോലത്തെ ഒരു ഊച്ചാളിയായിട്ടുള്ള ഒരു നിസ്സാരനായിട്ടുള്ള ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് ഇതേപോലെ നൂറ്റാണ്ടുകൾ പ്രിപ്പറേഷൻ വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടുത്തെ ന്യായമാണ് കോയ? മലായി ഭാഷയിൽ അള്ളാഹ് എന്നത് ചരിത്രപരമായി ദൈവം എന്ന പൊതുവായ പദമായി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചു വരുന്നു. മലായി ബൈബിൾ എന്ന വിവർത്തനത്തിൽ ഗോഡ് എന്നതിന് അള്ളാഹ് എന്നും ലോഡ് എന്നതിന് പലപ്പോഴും തൂഹാൻ എന്നും ഉപയോഗിക്കുന്നു. മലേഷ്യയിൽ ഈ ഉപയോഗത്തെക്കുറിച്ച് വർഷങ്ങളായി നിയമപരവും സാമൂഹികവുമായി തർക്കങ്ങളുണ്ടായിട്ടുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ക്രിസ്തീയ പ്രസിദ്ധീകരണങ്ങളിൽ അള്ളാഹ് എന്ന പദത്തിൻ്റെ ഉപയോഗത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും മലേഷ്യൻ ക്രിസ്ത്യാനികൾ മലായ് ബൈബിളിൽ അള്ളാഹ് എന്ന പദം ഉപയോഗിക്കുന്നത് ചരിത്രപരമായ ഒരു പാരമ്പര്യമാണ്.